ചരിത്രത്തിൽ കേരളത്തിലെ പ്രധാന തുറമുഖ നഗരവും വ്യാവസായിക തലസ്ഥാനവും വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംഗമവേദിയുമായിരുന്നു മുസരീസ് പട്ടണമെന്ന അപരനാമമുള്ള കൊടുങ്ങല്ലൂർ. തോമസ് ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണിൽ ക്രിസ്ത്യൻ, മുസ്ലിം, ഹൈന്ദവ വിശ്വാസികൾ ഒരേ മനസ്സോടെ ഇന്നും സഹവസിക്കുന്നു. വൈവിധ്യ ജീവിതങ്ങളെ ഉൾക്കൊള്ളുന്ന കൊടുങ്ങല്ലൂരിൻ്റെ പാരമ്പര്യത്തോടൊപ്പം എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് കോട്ടപ്പുറം രൂപത സ്ഥാപിതമായത്. രൂപതയുടെ വളർച്ചയ്ക്കൊപ്പം ക്രൈസ്തവ ദർശനങ്ങളിൽ ആവിഷ്കരിച്ച സാമൂഹിക ഇടപെടലുകളുടെ വ്യാപ്തിയും ഇക്കാലയളവിൽ പ്രശംസനീയമാംവിധം വികാസം പ്രാപിച്ചു. രൂപതയുടെ ഇത്തരം സേവനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി ആരംഭിച്ച സംവിധാനമാണ് കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കിഡ്സ്. കോട്ടപ്പുറം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. നാളു മുതൽക്കേ തന്നെ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ എല്ലാ സഹായങ്ങളും ചെയ്യുവാനായി കോട്ടപ്പുറം രൂപതയുടെ ഈ സാമൂഹിക സേവന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് എല്ലാവർക്കും അഭിനന്ദനാർഹമാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് അടുക്കള മുതൽ അരങ്ങത്ത് വരെ എത്തിക്കുന്ന സ്ത്രീജനങ്ങളെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഒരു സ്ഥാപനം വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ആരാലും അറിയപ്പെടാത്ത വ്യക്തികളെ പോലും സമൂഹത്തിൽ ഞാനെന്ന ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെല്ലാവരും പലപ്പോഴും അവരുടെ ജീവിത മേഖലകളിൽ ചുരുങ്ങിപ്പോകുമ്പോൾ അവർ ചുരുങ്ങപ്പെടേണ്ടവരല്ല, മുൻപോട്ട് വരേണ്ടവരാണ് എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വ ബോധത്തിലേക്കാണ് നമ്മളുടെ ഈ സമൂഹത്തിലേക്ക് കിഡ്സ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടപ്പുറം രൂപതയുടെ ഭൂവിസ്തൃതിക്കുമപ്പുറം ആശയറ്റവർക്കും നിരാലംബർക്കും ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ വെമ്പുന്നവർക്കും എന്നുവേണ്ട അർഹരായ സകല മനുഷ്യർക്കും പുതുപ്രതീക്ഷയോടെ സമീപിക്കുവാൻ സാധ്യമാകുന്ന പ്രധാന കേന്ദ്രമാണ് കിഡ്സ്. സാമൂഹിക ജീവിതക്രമത്തെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യത്തക്ക വിധം സംവിധാനം ചെയ്തിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇക്കാലമത്രയും പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. പ്രാദേശിക സാധ്യതകളും പാരമ്പര്യ രീതികളെ ഉൾക്കൊള്ളുന്നതുമായ വരുമാനദായക പദ്ധതികൾ, വ്യക്തികേന്ദ്രീകൃതവും സംഘപരവുമായ പ്രവർത്തനങ്ങൾ, കാര്യക്ഷമമായ ഇടപെടലുകൾ എന്നിങ്ങനെ കിഡ്സിനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ ഏറെയാണ്. പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും പ്രസ്തുത സംഘത്തിൻ്റെ ഇടപെടലുകൾ ജനങ്ങൾക്കാശ്വാസമായിരുന്നു. തങ്ങളെ തേടി വരുന്ന ഒരാളെപ്പോലും കൈയൊഴിയാതെ അവർക്കൊരു താങ്ങായി കൂടെ ചേരാൻ കഴിയുന്നു എന്നതാണ് കിഡ്സ് പോലുള്ള ക്രൈസ്തവ സാമൂഹിക ചിന്തകളുടെ മാഹാത്മ്യം. 1988 കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കിഡ്സ് രൂപീകൃതമാകുന്നത്. 4 ജില്ലകളിൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഇങ്ങനെ 4 ജില്ലകളിലായിട്ടാണ് ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നത്. 3 പതിറ്റാണ്ടുകളായി കിഡ്സ് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാക്തീകരണ മേഖലയിൽ സ്ത്രീകളെ, കുട്ടികളെ, ഭിന്നശേഷിക്കാരെ, പ്രായമായിട്ടുള്ളവരെ, അതുപോലെ ട്രൈബൽ ഏരിയയിലുള്ളവരെ, അസംഘടിത തൊഴിലാളികളെ, ഇങ്ങനെയുള്ളവരെയൊക്കെ ശാക്തീകരിക്കുന്ന വലിയ കാര്യങ്ങളാണ് കിഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ 400ഓളം മെസ്സേജുകളിലായി 7500-ലധികം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവർ ഒത്തിരിയധികം സംരംഭ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ 2500ഓളം
കുട്ടികളുടെ ഗ്രൂപ്പുകളായുള്ള പൂമുട്ടുകളുണ്ട്. അതോടൊപ്പം പ്രായമായിട്ടുള്ളവരുടെ ഏകദേശം 45ഓളം സെൻറ്ററുകളിലായി നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുന്ന കിഡ്സിൻ്റെ സംവിധാനങ്ങളിൽ പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടി സായംപ്രഭ എന്ന പേരിൽ നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏകദേശം 600ഓളം ഭിന്നശേഷിക്കാരെ നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ തന്നെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. കുറേയധികം കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മരുന്നുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എൻട്രൻസ് കോച്ചിങ് ഫ്രീ ആയിട്ട്, മെഡിക്കൽ, എൻജിനീയറിംഗ് ഈ മേഖലകളിൽ നമ്മൾ കിഡ്സ് വഴി ഒത്തിരിയധികം കുട്ടികളെ എംപവർ ചെയ്യുന്നുണ്ട്. അവർക്ക് പലരും ഇന്ന് എൻജിനീയറായും ഡോക്ടറായും ഒക്കെ മാറുന്നതിൽ വളരെയധികം പരിശ്രമങ്ങൾ കിഡ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ട്രൈബൽ മേഖലയിൽ നമ്മൾ അതിരപ്പള്ളി ഷോളയാർ മേഖലയിലാണ് ഏകദേശം 14 ഹാംലറ്റോളം അവിടെ നമ്മൾ വേണ്ട 2 ആനിമേറ്റർമാരെ നമ്മൾ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട ഒത്തിരിയധികം വികസന പ്രവർത്തനങ്ങൾ, അത് ജലനിധി പോലുള്ള ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ കിഡ്സിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബാംബു അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും കിഡ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നിൻ പദം കുമ്പിടുന്നിതാ, ഇന്നു ഞങ്ങളേർപ്പെടും സദൃത്യമങ്ങളിൽ സന്തതം കൃപാവരം ചൊരിഞ്ഞിടണമേ. ഇന്നു ഞങ്ങളേർപ്പെടും സദൃത്യമങ്ങളിൽ സന്തതം കൃപാവരം ചൊരിഞ്ഞിടണമേ. നിത്യദൈവമേ കൈതൊഴുന്നിതാ, ഞങ്ങൾ നിൻ പദം കുമ്പിടുന്നിതാ. സമൂഹത്തിന്റെ പുരോഗതി വീട്ടകങ്ങളിലും സ്ത്രീകളിലൂടെയുമാണെന്ന ബോധ്യം കാലങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞ് അവരുടെ ഉന്നമനത്തെ കേന്ദ്രീകരിച്ച് വികസിപ്പിച്ച വിവിധ പദ്ധതികൾ ക്രൈസ്തവ സാമൂഹിക സേവന സംഘങ്ങളുടെ മുഖമുദ്രയായിരുന്നു. അത്തരം പ്രവർത്തനങ്ങളുടെ വൈവിധ്യ രൂപങ്ങൾ കിഡ്സും നടപ്പിലാക്കി വരുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സമ്പാദ്യശീലം വളർത്തുന്നതിനും പൊതുപ്രവർത്തന മണ്ഡലത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതിനും ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ അധിവസിക്കുന്നതിനും സ്ത്രീകളെ പ്രാപ്തരാക്കി കാലത്തിനൊപ്പം സഞ്ചരിക്കുവാൻ ഊർജം പകരുന്ന പദ്ധതികളാണ് കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കിഡ്സിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏറ്റവും ആദ്യം ചെറിയ ചെറിയ സമ്പാദ്യ പദ്ധതികളിലായിരുന്നു തുടക്കം കുറിച്ചത്. അതിനുശേഷം കിഡ്സിൻ്റെ ക്രെഡിറ്റ് യൂണിയനുകൾ ആരംഭിച്ചു. ക്രെഡിറ്റ് യൂണിയൻ ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്തു. അതായത് വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കിഡ്സിൻ്റെ പ്രവർത്തന മേഖല ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഒരിക്കലും നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക സാധാരണ കുടുംബങ്ങൾക്ക് പറ്റിയ ഒരു പ്രവർത്തനം അല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂടി ക്രെഡിറ്റ് യൂണിയൻ രൂപീകരിച്ചതിന് ശേഷമാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ നിലവിൽ വന്നത്. മഹിളാ മണ്ഡലം എന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് സാധാരണക്കാരായ ജനങ്ങളെ മുന്നോക്കാവസ്ഥയിലേക്ക് എത്തിക്കുക. അതായത് പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുന്നോക്കാവസ്ഥയിലേക്ക് എത്തുക, സ്ത്രീകളെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു കോട്ടപ്പുറം കിഡ്സ് മുന്നിൽ കണ്ടത്. ആ ലക്ഷ്യം മുന്നിൽ കാണുവാനും വേണ്ടിയിട്ട് കിഡ്സിനെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുത്തി മഹിളാ മണ്ഡലുകൾ രൂപീകരിച്ചു. മഹിളാ മണ്ഡലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ആനിമേറ്റേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിലവിൽ 26 ആനിമേറ്റേഴ്സാണ് പ്രവർത്തന മേഖലയിലുള്ളത്. മഹിളാ മണ്ഡലുകൾ ഒരു പ്രദേശത്തെ മഹിളാ മണ്ഡലുകൾ ആ ഓരോ ആനിമേറ്ററിൻ്റെ കീഴിൽ വരുന്ന പ്രവർത്തന മേഖലയിൽ പെടുന്നതാണ്. ഓരോ മഹിളാ മണ്ഡലുകളെയും 5 SHGകളിലാക്കി തിരിച്ചിട്ട് അതിൻ്റെ അപ്പർട്സ് ബോഡിയാണ് മഹിളാ മണ്ഡലുകൾ. മിനിമം 10 മുതൽ മാക്സിമം 20 വരെയുള്ള അംഗങ്ങളാണ് ഓരോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലും വരുന്നത്. ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് 400 കൂടുതൽ ഗ്രൂപ്പുകളുണ്ട്. 38 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന എറണാകുളം തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട പ്രവർത്തന മേഖലകളാണ് കിഡ്സിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഉൾപ്പെടുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ മുന്നോക്കാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് അവർക്കൊരു തൊഴിലും വരുമാനവും ഉണ്ടാവുക എന്ന ലക്ഷ്യമാണ് കിഡ്സ് മുന്നിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ അവരെ നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ എന്നിവയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും.
സാധിച്ചു. ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൂടെ ഒരുപാട് പേരെ നമുക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴിയായിട്ട് പഞ്ചായത്തി രാജ് നിലവിൽ വരുന്ന സമയത്ത് സ്ത്രീകളെ അവർക്ക് ബോധവൽക്കരണത്തിലൂടെ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് വാർഡ് മെമ്പറായും CDS ADS ട്രെയിനിങ്ങിൻ്റെ ഭാരവാഹികളായും അവർക്ക് മുന്നോക്കാവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു. ഇന്ന് നിലവിൽ നമുക്ക് ഒരുപാട് ഈ ട്രെയിനിങ്ങുകൾ വഴി ഒരുപാട് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഫലമായി ബ്ലോക്ക് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, CDS അംഗങ്ങൾ, ADS അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ നമ്മുടെ പ്രവർത്തന മേഖലയിലുണ്ട്. അത് കിഡ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഒരു വർഷത്തെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൂടെ 12 വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു പരിശീലന പരിപാടി കൊടുക്കുന്നു. അതിന് വ്യത്യസ്ത വിഷയങ്ങൾ കൊടുത്ത് ആണ് ഈ സ്ത്രീകളെ മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. SHGയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് 12 ലക്ഷം വരെ സമ്പാദ്യം ഉള്ള SHGകളുണ്ട്. അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ആഴ്ചയിൽ കൊടുക്കുന്ന ലഘു നിക്ഷേപങ്ങളാണ്. ഏറ്റവും ആദ്യം 10 രൂപ ആയിരുന്നു അവർ കളക്ഷൻ എടുത്തിരുന്നത്. ഇന്നത് 10ന്റെ ഗുണിതങ്ങളായി 50 രൂപയും 100 രൂപയും അവർ അവരുടെ സാമ്പത്തിക വരുമാനം അനുസരിച്ച് മുന്നോട്ട് അവർ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വയ്ക്കുന്ന പൈസയിൽ നിന്ന് 80% അവർ അവരുടെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നു. അങ്ങനെ ലോൺ കൊടുക്കുന്ന 1 ലക്ഷം വരെ ലോൺ കൊടുക്കുന്ന സംഘങ്ങളുണ്ട്. വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകരണ ബാങ്കിലാകുമ്പോഴും നമ്മൾ അടയ്ക്കുന്ന ലോണുകൾക്ക് പലിശ ബാങ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. അവരെടുക്കുന്ന ലോണിൻ്റെ സേവന വിഹിതം 10%. ആ 10% ആ സേവന വിഹിതം ലോണിനോടൊപ്പം അവർ തിരിച്ചടക്കുന്നു. ആ തിരിച്ചടക്കുന്ന പൈസ 1 വർഷം കഴിയുമ്പോൾ ഓഡിറ്റിംഗ് നടക്കുന്നു. ആ ഓഡിറ്റിങ്ങിലൂടെ അവർക്കത് 1 ലക്ഷം രൂപ വരെ ഓരോ സംഘത്തിനും സേവന വിഹിതമായി കിട്ടുന്നുണ്ട്. അവരുടെ നിക്ഷേപത്തിന്റെ ആനുപാതികം അനുസരിച്ചാണ് ഈ പൈസ അവരിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു സഹകരണ ബാങ്കിൽ നമ്മൾ പൈസ നിക്ഷേപിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പൈസ കൊണ്ട് നിക്ഷേപിക്കുകയും ഇല്ല. നമ്മളുടെ ലോൺ എടുക്കുന്ന പൈസ അവരുടെ സൊസൈറ്റിക്കാണ് കിട്ടുന്നത്. ഇതങ്ങനെയല്ല. അവരുടെ പൈസ അവരുടെ സംഘത്തിലേക്ക് തന്നെയാണ് കിട്ടുന്നത്. അത് വലിയ അവർക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. എനിക്ക് 16 SHGകളുണ്ട് ഇവിടെ. 16 SHGകൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഓരോ കാലത്തിനനുസരിച്ചുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ ഡ്രൈ ഡേ ആചരണം, മരുന്ന് കഞ്ഞി, ഓണാഘോഷം, ക്രിസ്മസ് പ്രോഗ്രാം, അങ്ങനെ എല്ലാം നടത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന SHGകളാണ്. ഓരോ SHGകളിലും സ്വയം തൊഴിൽ ചെയ്യുന്നു. കൊന്തകെട്ട്, പശു വളർത്തൽ, കോഴി വളർത്തൽ, പിന്നെ സാരി ഡിസൈനിങ്, എംബ്രോയ്ഡറി, തയ്യൽ, അങ്ങനെയുള്ള ഓരോ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും നടന്നുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് ഓരോ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്സിൽ നിന്നുള്ള ലോണാണ് കൊടുത്തത്. ഇപ്പോൾ അവർ ബാങ്ക് ലിങ്കേജ് വായ്പ എടുത്തിട്ടും പിന്നെ പിന്നോക്കത്തിൻ്റെ ലോൺ എടുത്തിട്ടും ഇവരുടെ സ്വയം തൊഴിലുകൾ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്തിയവരുമുണ്ട്. സംരംഭം തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. ആദ്യം ചെറിയ രീതിയിലാണ് ചെയ്തു തുടങ്ങിയിരുന്നത്. സാധാരണ ഒരു സ്റ്റൗവിലാണ് ചെയ്തിരുന്നത്. പിന്നെ ഞാനത് 4 സ്റ്റൗ ആക്കി. അത് സാധാരണ നമ്മുടെ നോർമലായിട്ടുള്ള സ്റ്റൗ ആയിരുന്നു. പിന്നെയാണ് ഞാൻ ഈ സ്റ്റൗ വാങ്ങിയത്. നമ്മുടെ ലിങ്കേജ് ലോൺ, KSB-CDCയുടെ ലിങ്കേജ് ലോൺ കിട്ടി. പിന്നെ ബാങ്കിൻ്റെ ലോണും കിട്ടി. പാലപ്പം, വെള്ളയപ്പം, ഈ 2 ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ വട്ടയപ്പം ചെയ്യുന്നുണ്ട്. വട്ടയപ്പത്തിന് ഓർഡർ അനുസരിച്ച് എന്ന് വെച്ചാൽ പെരുന്നാളുകൾക്കൊക്കെ ഇഷ്ടം പോലെ പോവും. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വട്ടയപ്പം നന്നായിട്ട് പോവും. പാലപ്പമാണ് കൂടുതൽ പോണത്. പിന്നെ 2 ചായക്കടയിൽ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ വന്നേ പിന്നെയാണ് ആ ചായക്കടകളൊക്കെ ഇതായത്. കാറ്ററിംഗ് സർവീസുകാർക്കാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. എനിക്കൊരു നല്ല വരുമാനം വരുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും ഞാൻ അധ്വാനിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ലാഭം കിട്ടുമായിരുന്നു. കഷ്ടപ്പെടണമായിരുന്നു. കാരണം എനിക്ക് രാത്രി ഉറക്കൊഴിച്ചുള്ള പണിയായിരുന്നു. വെളുപ്പിന് ഒരു 8 മണി 9 മണിയോടുകൂടി ഈ സാധനം നമ്മൾ എത്തിക്കണം, കാറ്ററിങ്ങിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കണം. അപ്പോൾ 1000 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെളുപ്പിന് 2 മണിക്കൊക്കെ എഴുന്നേറ്റ് എൻ്റെ പണി തുടങ്ങണം. ഉറക്കം നിന്നായാലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു, ചെയ്തു കൊടുക്കാനും പറ്റിയിരുന്നു.
കിഡ്സിൻ്റെ ട്രെയിനിങ് കിട്ടിയത് പലഹാര നിർമ്മാണത്തിന്, അതായത് അച്ചപ്പം, കുഴലപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ട്രെയിനിങ് അവിടെ ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ ഞാൻ പോയിരുന്നു. 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അന്നേരമാണ് ഈ വട്ടയപ്പത്തിൻ്റെ കൂട്ടൊക്കെ ഞാൻ അവിടെ വെച്ചാണ് പഠിച്ചത്. ആ ട്രെയിനിങ്ങിൽ വെച്ചാണ് പഠിച്ചത്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യണതിനേക്കാൾ ഉപരിയായിട്ട് മാവിൻ്റെ വ്യത്യാസവും ഇതൊക്കെ ആ ക്ലാസ്സാണ് എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടിയത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കൊടുക്കാനുള്ള മെത്തേഡൊക്കെ അവരിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ ഈസ്റ്റ് അധികം ഉപയോഗിക്കാതെ തന്നെ കള്ളുപയോഗിച്ച് ചെയ്യാനായിട്ടാണ് കൂടുതൽ, ഈസ്റ്റിനോട് കൂടുതലാതെ കള്ളുപയോഗിച്ച് ചെയ്യാനായിട്ടാണ് വട്ടയപ്പത്തിൽ നല്ലത്. അപ്പം അങ്ങനെ ചെയ്യുമായിരുന്നു. ലോണ് നമുക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ഥലത്തു നിന്നാണ് എനിക്ക് ലോൺ കിട്ടിയേക്കണം. ഒന്ന് നമ്മുടെ KSBCDC-ന്നും ഒന്ന് നമ്മുടെ ഇന്ത്യൻ ബാങ്കിൽ നിന്നും. അത് രണ്ടും കിഡ്സ് വഴിയാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ വലിയ എമൗണ്ടൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല, കാരണം അടച്ച് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും 2 ലക്ഷം രൂപ വരെ എനിക്ക് ലോൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യൻ ബാങ്കിലെ ലോൺ ഇതിൻ്റെ തന്നെ ലാഭം കൊണ്ട് തന്നെ ഞാൻ അടച്ചു തീർത്ത്. KSBCDC-യുടെ ലോണാണ് കുറച്ചും കൂടി ഉള്ളത് അടക്കാനായിട്ട്. അത് തീരാറായിട്ടുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. കിഡ്സ് വഴി തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയിട്ടുള്ളൂ. ഇതിക്ക് മുൻപൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഞാൻ അങ്ങനെ അത്ര പുറത്തുമായിട്ടുള്ള ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കിഡ്സിലേക്ക് പോയി ഇതുപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും, ലീഡേഴ്സ് മീറ്റിംഗാണ് ഞാൻ ആദ്യം പോയത്. 1 വർഷത്തെ ട്രെയിനിങ് കോഴ്സ് ഉണ്ടായത്. മാസത്തിൽ 1 തവണ 1 ദിവസത്തെ ക്ലാസ്. ആ ട്രെയിനിങ് കോഴ്സിലൂടെയാണ് എനിക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റിയത്. പിന്നെ അവിടെ നിന്ന് നിരന്തരം നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ ചെയ്യാനുള്ള ആ ഒരു അവരുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് കിഡ്സിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് തൊഴിൽ ഞാൻ ശരിക്കും എൻ്റെ ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തിയത് അവരുടെ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ കോട്ടപ്പുറം കിഡ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SHGയിലെ അംഗമാണ്. SHGയുടെ പേര് ഐശ്വര്യ. ഞങ്ങൾ 12 അംഗങ്ങളാണ് SHGയിലുള്ളത്. ഞങ്ങൾ 5 അംഗങ്ങൾ ചേർന്നാണ് ഈ മില്ല് രൂപം കൊടുത്തത്. ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപ് പങ്കിയത്തച്ഛൻ ഡയറക്ടറായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലോൺ കിട്ടിയതും ഈ മില്ലിന് പണിയാനുള്ള പ്രചോദനം നൽകിയതും. അത് തുടർന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ബാങ്ക് ലോണായിട്ടും പിന്നോക്ക വികസന ബോർഡിൽ നിന്നും ഒത്തിരി ലോൺ ലഭിക്കുകയും അത് ഇത്രത്തോളം ഞങ്ങൾക്ക് ഈ മില്ല് പുരോഗമിക്കാൻ കിഡ്സ് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ SHG വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 3 ഗ്രൂപ്പ് ഞങ്ങളുടെ ഇതിൽ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തയ്യൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ വേറെ ഒരു കാറ്ററിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ കോട്ടപ്പുറത്ത് നിന്ന് മാർക്കറ്റിൽ നിന്ന് ബൾക്കായിട്ടാണ് അരി എടുക്കുന്നത്. 500 കിലോ 600 കിലോ അരിയൊക്കെ എടുത്തുകൊണ്ട് വരും. പിന്നെ ഇവിടെ കടകളിലൊക്കെ കൊടുത്തിരുന്നേച്ച് ഇപ്പം കടകളിലൊക്കെ ഈ ബോട്ടൊക്കെ പോകണ സീസൺ അല്ലാത്തത് കൊണ്ട് കടകളിലൊക്കെ കുറവാണ്. ഈ പരിസരങ്ങളിലെ വീട്ടുകാരും മറ്റുള്ളവരൊക്കെയാണ് പൊടി വാങ്ങുന്നത്. പാക്ക് ചെയ്യൽ കുറവാണ് കടകളിൽ ഇപ്പം. അല്ലാതെ ബൾക്കായിട്ടാണ് ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൊടിക്കണതിന് 1 കിലോയ്ക്ക് 8 രൂപയും പൊടിച്ച് വറുത്ത് കൊടുക്കണതിന് കിലോയ്ക്ക് 20 രൂപയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. പൊടിയായിട്ട് കൊടുക്കുമ്പോൾ 1 കിലോയ്ക്ക് 42 രൂപ വാങ്ങിക്കണം. ഞങ്ങൾക്ക് 35,000 രൂപയാണ് കിഡ്സിൽ നിന്ന് തന്നത്. പിന്നെ ഞങ്ങൾ ഓരോ അംഗങ്ങൾ 25,000 രൂപ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പം ഏകദേശം ഞങ്ങൾക്കൊരു 1-2 ലക്ഷം രൂപയുടെ ആസ്തിയൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. മട്ടുപ്പാവിലാണ് ഞാൻ കൃഷി ചെയ്യണത്. എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യാറുണ്ട്. വെണ്ട, പീച്ചിലി, പാവല്, തക്കാളി, പയറ്, വെള്ളിരികളെല്ലാം, മുളകുകൾ. അക്വാപോണിക്സും മുകളിൽ തന്നെയാണ് ചെയ്തേക്കണത്. താഴത്ത് കോഴി, താറാവ്, മുയൽ, കാട ഒക്കെ താഴത്തുണ്ട്. പിന്നെ ചേന, ചേമ്പ് സാധനങ്ങളൊക്കെ മഞ്ഞൾ, ഇഞ്ചിയൊക്കെ താഴത്താണ് നട്ടേക്കണത്. മാർക്കറ്റ് ഞങ്ങൾക്ക് കൃഷിഭവൻ്റെ ഇക്കോ ഷോപ്പ് ഉണ്ട്, അവിടെ പോകും. പിന്നെ എനിക്ക് ഇവിടെ തന്നെ സെയിൽ ഇവിടെ തന്നെ നടക്കണേ. കുറേ കസ്റ്റമറുണ്ട്, അവർക്ക് വിളിച്ച് പറയും. പിന്നെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ വിളിച്ച്
ഇന്ന സാധനം വേണമെന്ന് പറയും, അപ്പോൾ അതൊരിക്കലെടുത്തു അങ്ങനെ കൊടുക്കും. മീൻ അക്വാപോണിക്സ് 1000-ൻ്റെ ടാങ്കാണ് സെറ്റ് ചെയ്തേക്കണത്. അതിൽ 100 ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട്. 100 മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 35 കിലോ എന്തായാലും കൊടുക്കാം. 35 കിലോ ഉണ്ടാവും ഡെലിവറിയുടെ സമയമാകുമ്പോഴേക്കും. അതിൽ കൂടെ വെച്ചാൽ എല്ലാം ഒരേ 400 തന്നെ എല്ലാം വരൂലേ, ചിലപ്പോൾ 300 ഉണ്ടാവും, 350 അങ്ങനെ. തക്കാളി നാടൻ തക്കാളി ഉണ്ട്, പിന്നെ ആപ്പിൾ തക്കാളി, മുന്തിരി തക്കാളി, അങ്ങനെ 3 വെറൈറ്റി തക്കാളി ഉണ്ട്. വെണ്ട 4 സൈസ് വെണ്ടയുണ്ട്. ആനക്കൊമ്പൻ റെഡും ഉണ്ട്, ആനക്കൊമ്പൻ സാധാരണയുണ്ട്. പിന്നെ പച്ച വെണ്ടയുണ്ട്, ആനക്കൊമ്പിൻ്റെ ഓഫ് വൈറ്റ് വേറെ കളറിലെ വെണ്ടയുണ്ട്. പിന്നെ വെള്ളിരികൾ 2 സൈസ് നട്ടിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ മുളക് ഒരു 5-6 സൈസ് മുളകുണ്ട്. കാന്താരി ഉണ്ട്, ബജ്ജി ഉണ്ട്. കാന്താരി 3 സൈസ് ഉണ്ട്. പിന്നെ ഫാൻസി ചില്ലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി മുളക് താഴ്ത്ത് നട്ടിട്ടുണ്ട് ഇപ്പം. പിന്നെ കേബേജ്, കോളിഫ്ലവർ ഒക്കെ ഇപ്പം നട്ടിട്ടുണ്ട്. സീസൺ അല്ല, എന്നാലും ഞാൻ പരീക്ഷിച്ച് ഇപ്പം നട്ടേക്കണേണ് ഞാൻ. പിന്നെ ചീര 2-3 സൈസ് ഉണ്ട്. സുന്ദരി ചീരൻ്റെ 2 വെറൈറ്റി ഉണ്ട്, വൈറ്റും ഉണ്ട് റെഡും ഉണ്ട്. പിന്നെ സാധാരണ ചീരയുണ്ട്. മൊത്തം 13.5 സെൻറ്റ് സ്ഥലമുണ്ട്. 3.5 സെൻറ്റ് കോഴിയുടെ ഇതിലിട്ടേക്കണേണ്. കിഡ്സ് പിന്നോക്കത്തിൻ്റെ 3-ാമത്തെ ഗഡുവാണ് ഇപ്പോൾ ലോൺ തന്നത്. 3-ാമത്തെ പ്രാവശ്യമാണ്. ഗ്രൂപ്പായിട്ടാണ് തന്നെയെങ്കിലും ഞാൻ എൻ്റെ ഇതിൽ ഉപയോഗിക്കണേണ്. പിന്നെ വേറെ 4 പേരുടെ ഗ്രൂപ്പിൻ്റെ ഒരു ലോൺ വേറെയും തന്നിട്ടുണ്ട്. 2 ലോൺ ഉണ്ട് ഇപ്പം നിലവിൽ. ഇപ്പോൾ 2 ലോൺ ഉണ്ട് കിഡ്സിൻ്റെ. ഞങ്ങൾ ഒരു 4 പേരുടെ ഒരു സംരംഭം ഉണ്ട്. അത് മത്സ്യക്കൂട്, ചീനവല എന്നിവയെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിനായിട്ട് ഞങ്ങൾ കിഡ്സ് വഴി ഞങ്ങൾക്ക് ഒരു ലോണിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് അത് പാസ്സാവുകയും ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. അതിനായിട്ട് ഞങ്ങൾ മത്സ്യക്കൂടും ചീനവലയും നിർമ്മിച്ചു. 4 പേരാണ്. ഇതിൻ്റെ സെൻ ആക്ടിവിറ്റി എന്ന ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. ഇതൊരു ജീവിതോപാധിയാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സീസൺ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ മീനുകളൊക്കെ കിട്ടും. അതിൽ ചെറുതായ ഒരു ചെമ്പല്ലി, കരിമീൻ, വറ്റ എന്നിവ ഞങ്ങൾ വലയിൽ നിന്നെടുത്ത് കൂട്ടിൽ ഞങ്ങൾ ശേഖരിക്കുന്നു. ഇതിനെ ഞങ്ങൾ ഒരു 6 മാസത്തിലേറെ ഞങ്ങൾ ഇതിന് ചെറുതാണെങ്കിൽ അതിനെ ഞങ്ങൾ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണമാണ്. ചെമ്മീൻ മിക്സിയിലടിച്ച് അരച്ച് ഞങ്ങൾ കൂട്ടിലിട്ട് കൊടുക്കും. അങ്ങനെയാണ് അത് വലുതാവുന്നത്. ഇത് ചെറുപ്പത്തിൽ കൊടുക്കുന്നതാണ്. വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലയിൽ കിട്ടുന്ന പൊടിനന്ദനൊക്കെ ഉണ്ട്, അതാണ് ഇവരുടെ ഭക്ഷണം. പിന്നെ ഇതും കൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ ലാഭകരമാണ്. നല്ലൊരു കൃഷിയാണ്. കാരണം വീട്ടിലെ പണിയും നടക്കും. പിന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളെ ഇതിനായിട്ട് സഹായിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മക്കളുടെ പഠനം ഇതിനൊക്കെ ഞങ്ങൾക്ക് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. താൽക്കാലിക സഹായങ്ങൾക്കുമപ്പുറം ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിന് അവർക്ക് ഒരു സ്ഥിരം വരുമാനം ലഭ്യമാകണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് കിഡ്സ് ചില തൊഴിൽദായക സംരംഭങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. അത്തരം ചിന്തയുടെ ഫലമായി 1-ൽ കൂടുതൽ വ്യത്യസ്ത പദ്ധതികൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നു. കൂടാതെ ശാരീരിക വൈകല്യമുള്ളവർക്കും സാമ്പത്തിക പരാധീനത നേരിടുന്നവർക്കും മറ്റനേകം വ്യക്തികൾക്കും സാമ്പത്തിക ഉന്നമനത്തിനുതകുന്ന സഹായം സംഘം നൽകി വരുന്നുണ്ട്. കുട്ടികൾക്കും യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും എന്നുവേണ്ട സമൂഹത്തിനാകെ
ഗുണപരമായ ഇടപെടലുകൾ നടത്തി കിഡ്സ് കോട്ടപ്പുറം രൂപതയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനാകമാനവും അഭിമാനമായി നിലകൊള്ളുന്നു.